24 ഡിജിറ്റൽ കോൺക്ലേവ് തുടരുകയാണ്. ഇപ്പോൾ റെഡ് കാർപ്പറ്റിൽ എനിക്കിപ്പോൾ മറ്റൊരു അതിഥി കൂടി ചേരുന്നു. ഓക്സിജൻ ഡിജിറ്റൽ MD ഷിജോ കെ തോമസ് സാറാണ്. സാർ നമസ്കാരം. നമ്മുടെ കോൺക്ലേവിൻ്റെ ഒരു കോൺസെപ്റ്റ് എന്ന് പറയുന്നത് കുറേയധികം ഡിഫറെൻറ്റ് സെക്ടേഴ്സ് എന്നുള്ള ആൾക്കാരെ ഒരുമിച്ചൊരു പ്ലാറ്റ്ഫോമിൽ കൊണ്ടുവരിക, അവരുടെ ബിസിനസ് ഐഡിയാസ് ഷെയർ ചെയ്യുക, അതെങ്ങനെയാണ് ഓരോരുത്തർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും ഹെൽപ്ഫുൾ ആവുന്നത്, ഇതൊക്കെയാണ് ഡിസ്കസ് ചെയ്യുന്നത്. മാത്രമല്ല വളരെ പ്രോഗ്രസീവായിട്ടുള്ള കുറേ തോട്ട്സ് ഉണ്ട്. 2047 എന്ന് പറയുന്നൊരു ഇയർ, നമ്മുടെ സ്വാതന്ത്ര്യത്തിന് 100 വർഷങ്ങൾ ആഘോഷിക്കപ്പെടുന്ന ഒരു സമയത്ത് നമ്മൾ ഇന്ത്യ എന്നത് ഒരു ഡെവലപ്ഡ് രാജ്യമായി മാറുക എന്നൊരു ഡ്രീമുണ്ട്. അപ്പോൾ അതിനെല്ലാം ഒരു കളക്റ്റീവ് എഫേർട്ട് വേണം. അത്തരം സെഷൻസൊക്കെയാണ് ഇവിടെ ഡിസ്കസ് ചെയ്തതെല്ലാം. അപ്പോൾ എന്താണ് ഇങ്ങനെ ഒരു 24 ഒരു വെഞ്ചറിനെ കുറിച്ച് സാറിന് തോന്നുന്നത്? ശരിക്കും ഞാൻ ഇതിൽ വന്നപ്പോൾ ഇതിൻ്റെ അജണ്ട കണ്ടപ്പോഴാണ് വളരെ അത്ഭുതകരമായിട്ട് തോന്നി. എനിക്ക് ദൃശ്യമാധ്യമ രംഗത്ത് ഒരുപക്ഷെ ആദ്യമായിട്ടായിരിക്കും ഒരു ദൃശ്യമാധ്യമ സ്ഥാപനം ഇത്ര ഒരു ഇനിഷ്യേറ്റീവ് എടുക്കുന്നത്. ധാരാളം കോൺക്ലേവ്സ് ഇവിടെ നടക്കുന്നുണ്ട്. ഇത്രയും ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ടുള്ള കോൺക്ലേവ്. ഇനി അടുത്ത സെഷൻ തന്നെ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ആണ്. ഞങ്ങൾക്ക് ഡിജിറ്റൽ മേഖലയിൽ നിന്നുള്ളവരായതുകൊണ്ട് തന്നെ ഒരു മാധ്യമം തന്നെ അതിന് നേതൃത്വം കേരളത്തിൽ കൊടുത്തു എന്നുള്ളത് വളരെ പ്രസക്തമായ കാര്യമാണ്. ഇപ്പോൾ ഞാൻ അറ്റൻഡ് ചെയ്തത് IPOയുടെ സെഷനാണ്. വളരെ ശരിക്കും കേരളത്തിൽ ഇന്ന് ഏറ്റവും അനിവാര്യമായൊരു സെഷനാണ്. കാരണം പല ആളുകൾക്കും IPOയിലേക്ക് പോകണമെന്നുണ്ട്. ഗ്രോത്ത് എല്ലാ ആളുകൾക്കും കേരളം വിട്ട് കേരളത്തിൽ നിന്നും നമ്മുടെ ജ്വല്ലറികളടക്കമുള്ള ധാരാളം കാറ്റഗറിയിലുള്ള ആളുകൾ ഓൾ ഇന്ത്യ പോയെങ്കിലും മറ്റ് പല കാറ്റഗറിയിലും സ്കിൽ സെറ്റുള്ള പല ഓൺട്രപ്രനേഴ്സ് ഇവിടെ ഉണ്ടെങ്കിലും പലപ്പോഴും അതിൻ്റെ വെൽത്തും അതിൻ്റെ ക്യാപിറ്റലാണ് പലപ്പോഴും നമുക്കൊരു ലിമിറ്റേഷനായി മാറുന്നത്. പക്ഷേ IPO അതിനുള്ള ഏറ്റവും നല്ല ഓപ്ഷനാണെന്ന് ഇന്നിവിടെ പങ്കെടുത്ത എല്ലാവർക്കും ഒരു IPOയിലേക്ക് പോകാനുള്ളൊരു കോൺഫിഡൻസ് ലെവൽ ബിൽഡ് ചെയ്യാനായിട്ട് ഞാനടക്കമുള്ള എല്ലാ ആളുകൾക്കും സാധിച്ചു എന്നുള്ളത് ഈ പ്രോഗ്രാമിൽ ഞാൻ അറ്റൻഡ് ചെയ്തൊരു സെഷൻ എന്നുള്ള നിലയ്ക്ക് ഞാൻ പറയുകയാണ്. അങ്ങനെ ഓൺട്രപ്രനേഴ്സിനെ സംബന്ധിച്ച് അവർക്ക് കരുത്ത് പകരുന്ന, കോൺഫിഡൻസ് പകരുന്നൊരു കോൺക്ലേവ് ആയിരുന്നു. ഇത് സംഘടിപ്പിച്ച 24-ന് പ്രത്യേകം നന്ദി പറയുന്നു. എല്ലാ അഭിനന്ദനങ്ങളും 24-ന് തരികയാണ്. പുതിയ ഒരുപാട് സംരംഭകർ രംഗത്തേക്ക് വരുന്നുണ്ട്. അവർക്കെല്ലാം ഒരു മടി അല്ലെങ്കിൽ ഒരു ആശങ്ക ഉണ്ടാവുക ഒബ്വിയസ്ലി സക്സസിനെ കുറിച്ചൊക്കെയാണ്. അപ്പം ഓക്സിജൻ നോക്കുകയാണെങ്കിൽ വളരെ പെട്ടെന്ന് തന്നെ കേരള മാർക്കറ്റിലേക്ക് തന്നെ പെനിട്രേറ്റ് ചെയ്ത് കയറിയ ഒരു ഓർഗനൈസേഷനാണ്. അപ്പം എന്താണ് അങ്ങനെ ഒരു മാർക്കറ്റ് പെനിട്രേഷനൊക്കെ വളരെ പെട്ടെന്ന് തന്നെ സാധ്യമാകുന്നത് എങ്ങനെയാണ്? പുതിയ സംരംഭകരോട് എന്താണ് താങ്കൾക്ക് പറയാനുള്ളത്? ഒന്ന്, ബിസിനസ്സിൽ എപ്പോഴും റിസ്ക് എടുക്കുക എന്നൊരു ഫാക്ടറുണ്ട്. എപ്പോഴും നമ്മൾ സേഫ് സോണിൽ നിന്ന് കളിക്കുന്നതിന് പകരം ബിസിനസ്സിൻ്റെ റിസ്ക്കുകൾ എടുത്ത് മുന്നോട്ട് പോവുക എന്നുള്ളതാണ്. അപ്പം അതിൽ നമ്മളുടെ കൈവശം എല്ലാം വന്നതിന് ശേഷം നമുക്ക് ബിസിനസ് തുടങ്ങാനോ വളർത്താനോ സാധിക്കത്തില്ല. നമ്മുടെ കൈവശം ഒന്നും ഇല്ലാത്ത സമയത്തും ആ ഒരു ഗ്രോത്ത് മൈൻഡ് സെറ്റ് ഉണ്ടാകുക എന്നുള്ളതാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും അതിനുവേണ്ടി ആവശ്യമായിട്ടുള്ള സാഹചര്യങ്ങൾ നമ്മൾ ഒരുക്കാനായിട്ട് നമ്മൾ എഫേർട്ട് ഇടുന്നു. അങ്ങനെയാണൊരു ഗ്രോത്ത്. പിന്നെ ഞങ്ങൾക്കൊരു വിഷനിലാണ് പോകുന്നത്. ഇപ്പോൾ ഓരോ വർഷവും നമുക്ക് വിഷനുണ്ട്. ഷോർട്ട് ടൈം വിഷനുണ്ട്, ലോങ് ടൈം വിഷനുണ്ട്. അപ്പോൾ അങ്ങനെ വിഷനിൽ 24 ചാനലും നമ്മുടെ കൺമുമ്പിൽ തന്നെ വളർന്ന മറ്റൊരു നല്ല ഉദാഹരണമാണ്. അപ്പോൾ ഇതൊക്കെ ഞങ്ങൾക്കും ഇൻസ്പിറേഷനാണ്. താങ്ക് യു സോ മച്ച് സാർ. താങ്ക് യു ഫോർ ഷെയറിംഗ് യുവർ തോട്ട്സ്.